അതെ, ഈ ലോക അവസാനം എങ്ങനെയായിരിക്കും? നമ്മുടെ ലോകം എങ്ങനെയായിരിക്കും അവസാനിക്കാൻ പോകുന്നത്? ലോകം എങ്ങനെയാണ് തുടങ്ങിയത്? ലോകം തുടങ്ങിയത് എങ്ങനെയാവട്ടെ, അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഇപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ ഉണ്ട്. നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മളില്ല, പക്ഷെ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടെങ്കിലോ? അപ്പൊ നമ്മൾ അതിനെപ്പറ്റി അറിയണ്ടേ? ലോകം തുടങ്ങിയപ്പോ നമ്മളില്ലല്ലോ, അവസാനിക്കുമ്പോഴും നമ്മളില്ലെങ്കിൽ നമ്മൾ എന്തിനു വെറുതെ ടെൻഷൻ അടിക്കണം? അങ്ങനെയാണെങ്കിൽ ഈ സബ്ജക്റ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുക വേണ്ട. പക്ഷെ ഇൻ കേസ് നാളെ ലോകം അവസാനിക്കാൻ പോവുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? അതൊരു നല്ല ചോദ്യം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കും എന്നറിയാമോ? എങ്ങനെയായിരിക്കും? ഭൂമി ഇങ്ങനെ പിളരും. അത് സ്ലാങ്. എന്താ കാര്യം മനസ്സിലായില്ലേ? പിളരും. ഇങ്ങനെ പിളരും. ഇതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പില്ലേ, ആൾക്കാർ അതിലോട്ട് വീണ് ഇങ്ങനെ പിളർന്നിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ താഴെ നിൽക്കുന്ന ആൾക്കാർ എന്ത്? താഴെ നിൽക്കുന്ന ആൾക്കാർ രക്ഷപ്പെടും. അവരാണോ അന്നേരം ബാക്കി പിന്നെ അടുത്ത തലമുറയാക്കി ജന്മം നൽകാൻ പോകുന്നത്. അതാണ് എൻ്റെ ഒരു. അപ്പൊ ലോകം അവസാനിക്കുമ്പോ എല്ലാരും മരിക്കത്തില്ല. ലോക അവസാനം എന്ന് പറയുന്നത് പുതിയൊരു ലോകത്തിന്റെ തുടക്കം. തീർച്ചയായും. കാരണം നമ്മുടെ ഡിനോസറൊക്കെ അത് അവസാനിച്ചെന്ന് പറയുന്നതല്ലേ നമ്മളെ തുടങ്ങും. ഡിനോസറെ നോക്കുകയാണെങ്കിൽ അവിടെ ലോകം അവസാനിച്ചു. പക്ഷെ ലോകം അവസാനിച്ചില്ല, ഭൂമി ഇവിടെ തന്നെ ഉണ്ടല്ലോ. നമ്മൾ ഡിനോസറിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അവർക്ക് ലോകം അവസാനിച്ചു. പെർസ്പെക്റ്റീവ് ഒക്കെ ഉണ്ട്. ഡിനോസറിന് കാണത്തില്ല. നമുക്ക് പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ ഇത്രയും വലിയ ജീവിയായ ഡിനോസറിന് എന്തുകൊണ്ട് പെർസ്പെക്റ്റീവ് ഇല്ല? നമ്മളെക്കാട്ടി ഒരുപാട് വലിയ ജീവിയാണ്. അപ്പൊ വലിയ പെർസ്പെക്റ്റീവ് ആയിരിക്കും. വലിയ തലയും വലിയ വാലും വലുതായ ലോകത്തെ കാണുമായിരിക്കും ചിലപ്പോൾ. തീർച്ചയായിട്ടും. അപ്പം ഒരുപാട് ലോകം അവസാനമുണ്ടോ? തീർച്ചയായും. ഈ ലോകം എന്ന് പറയുന്ന സാധനം ഉണ്ടായെങ്കിൽ ഇതിങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കണ്ടേ? അതാണ്, അത് ശരിയാണ്. എന്റെ അഭിപ്രായത്തിലും അങ്ങനെയാണ്. ഒരു ലോകത്തിന്റെ അവസാനമാണ് വേറൊരു ലോകത്തിന്റെ തുടക്കം. ആ ലോകത്തിന്റെ അവസാനം മറ്റൊരു ലോകത്തിന്റെ തുടക്കം. അതായത് തുടക്കം ഒടുക്കം ഇത് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒരു കയറ്റം ഇറക്കം. നമ്മൾ പറയില്ല ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെന്ന്. ഈ കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കം ഉണ്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കയറ്റം കയറി വേറൊരു ഇറക്കം ഉണ്ടെന്നല്ല. ഈ കയറ്റം കയറി നമ്മൾ തിരിഞ്ഞു നോക്കാത്ത ഇത് ഇറക്കമുണ്ട്. ഇത് ഇറങ്ങി നമ്മൾ താഴെ വന്ന് തിരിഞ്ഞു നോക്കാത്ത വീണ്ടും കയറ്റം. കോംപ്ലിക്കേറ്റഡ്. ഇത് ഒരു ഒറ്റ സാധനമാണ്, മനസ്സിലായില്ലേ? പക്ഷെ ഇത് മനസ്സിലാക്കാൻ കെൽപ്പുള്ളവൻ ബുദ്ധിമാൻ ഞാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? കാരണം ആർക്കും ഇത് അറിയത്തില്ല. ബുദ്ധിമാന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? കണ്ടാ ഇത് ഞാൻ ചോദിക്കുന്നതല്ല. ഇപ്പൊ നാളെ നമ്മളെല്ലാരും ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ പെട്ടെന്നൊരു ഒരു ശബ്ദം നോക്കുമ്പോ എന്താണ്, ഒരു ഉൽക്ക വന്ന് നമ്മുടെ ഭൂമിയിൽ അങ്ങ് പതിച്ചു. അങ്ങനെ ആയിരിക്കുമോ ഭൂമി അവസാനിക്കാൻ പോകുന്നത്? അല്ല, ഈ പുള്ളിക്കാരൻ പറഞ്ഞ പിളരണ്ടേ? അല്ല, അത് എന്റെ പിളർന്നാലോ? പിളർക്കാൻ തക്ക വണ്ണമുള്ള ഉൽക്ക ആണെങ്കിലും, പിളർക്കാൻ കഴിവുള്ളൊരു ഉൽക്ക നാളെ നമ്മുടെ ഭൂമിയെ തേടി വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ മനോഭാവം എന്തായിരിക്കും? എനിക്കതാണ് അറിയേണ്ടത്. ഞാൻ കെട്ടിത്തൂങ്ങിയും ചാവും. എന്തിന്? എനിക്ക് അത്രയും പ്രഷർ താങ്ങാൻ പറ്റും. ഉൽക്ക വന്നില്ലെങ്കിലും അന്നേരം ഉൽക്ക വരുന്ന കണ്ടാലേ കെട്ടിത്തൂങ്ങി ചാവുമെന്ന് പറഞ്ഞു. ഉൽക്ക വരുന്നെന്ന് പറഞ്ഞു. ഇപ്പൊ നാളെ നമ്മൾ അറിയാണ്. ഇത് ഈ അറിയുന്ന അതാണ് പ്രശ്നം. ഈ നമ്മൾ ഈ അറിയുന്ന കാര്യങ്ങൾ ഉള്ളതാണോ ഇല്ലാത്തതാണോ നമുക്ക് സത്യം പറയാൻ നമുക്ക് അറിയത്തില്ല. ആരാണ് പറയുന്നത് ഉൽക്ക വരുന്ന കാര്യം? ആരൊക്കെയോ ഇരുന്ന് പറയുന്നു. ഇപ്പൊ തന്നെ സയന്റിസ്റ്റ് ഒരുപാട് പേരിങ്ങനെ ഇരുന്നിട്ട് നമ്മളെടുത്ത് നാളെ ഒരു ഉൽക്ക വരും, ഭൂമി നശിക്കും എന്ന് പറയുന്നത് അവര്, വരത്തില്ലെന്ന് പറയുന്നതും അവര്. ഇത് കേട്ട് പേടിക്കുന്നത് നമ്മൾ. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നടന്നു. അവസാനിക്കുന്നത് ഭൂമി. അല്ല, എന്റെ ചോദ്യം ഇതാണ്. എന്താണ് എങ്ങനെ ആയിരിക്കും അവസാനിക്കുന്നതെന്നുള്ളതിന് മെയിൻ ചോദ്യം. ഇദ്ദേഹം പറഞ്ഞു ഒരു ഉൽക്ക വന്നിരിക്കുന്നതാവാം. എന്റെ ഒരു ഇതില് ചുമ്മാ ഇങ്ങനെ വിണ്ടങ്ങ് പിളരും, വളരും. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പൊളന്ന് ചാവും. അതാണ് എന്റെ ഒരു ഇത്. താങ്കളുടെ ഇപ്പൊ കടലിൽ കയറി. ഞാൻ സുനാമിയാണ് പറയുന്നത്. സുനാമി അല്ലേ? അതെ. ഇങ്ങനെ ഇരിക്കുന്ന സുനാമി ഒന്ന് നമ്മളെല്ലാം എടുത്ത് കടലിലോട്ടാണ് പോകും. അപ്പം ലോകം അവസാനിക്കും. അപ്പം മീനുകൾ അവിടെ എപ്പോഴും ഉണ്ട്. പിന്നെ ഒരു ജുറാസിക് എറ, മനുഷ്യ എറ കണക്ക്. പിന്നെ മീനിന്റെ മീനിറ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കടലിൽ കയറുന്ന സമയത്ത് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ ലോകം മൊത്തം കടലിനടിയിലാവത്തില്ലേ? ഈ ലോകം കടലിനടിയാവും. ഇതെല്ലാം വലിച്ചെടുത്തോണ്ട് കടലിൽ പോകും. ഈ കരഭാഗം ഇതേപോലെ തന്നെയാണ്. മനസ്സിലായി? അതായത് ഇപ്പൊ നമ്മുടെ ഒരു സിറ്റി, ഇപ്പൊ ഈ സിറ്റിയിൽ കടൽ കയറുമ്പോ കടൽ ഇങ്ങോട്ട് കയറുകയല്ലേ ചെയ്യുന്നത്, വലിച്ചെടുത്തോണ്ട് തിരിച്ച് കടലിലോട്ട് പോവല്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലാൻഡ് വീണ്ടും അവിടെ കാണും. ലാൻഡ് അവിടെ കാണും. നമ്മളെല്ലാം കടലെടുത്തോണ്ടു. ലാൻഡ് അവിടെ ഉണ്ടെങ്കിൽ അടുത്ത ലോകത്തിന് വേണ്ടി ആൾക്കാർക്ക് ജീവിക്കാൻ എവിടെയെങ്കിലും സ്ഥലം വേണ്ടേ? അല്ല, എന്റെ ചോദ്യം അതല്ല. ഇപ്പൊ ഞാൻ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാം.
അതായത് ഇപ്പം നമ്മുടെ ഭൂമി ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു സാധനം, അതായത് മനുഷ്യനുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഭൂമി ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. ഇങ്ങനെ ഒരു ഭൂമി ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന സമയത്ത് ഇപ്പൊ പെട്ടെന്ന് ജീവൻ ഉണ്ടായത്, അതായത് ഇപ്പം ഇങ്ങനെ ചിന്തിക്കാം. ഞാൻ എൻ്റെ ഒരു ചിന്താഗതി മാത്രമാണ്, നമുക്ക് എന്തുവാണെങ്കിലും ഇതിനെ പറ്റി എന്താണ് വിശദീകരിക്കാം. ഇപ്പം ഒരു ഭൂമി നല്ല വെള്ളവും നമുക്ക് ജീവിക്കാൻ തക്കമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉള്ള ഒരു ഗോളം, ഒരു കല്ല് ഗോളം, ഒരു പ്ലാനറ്റ്. ഇപ്പൊ ഈ പ്ലാനറ്റിലേക്ക് പുറത്തുനിന്ന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പുറത്തുനിന്ന് ഒരു എന്താണ് എന്തോ കടന്നു വന്ന സമയത്ത് ഇതിലേക്കൂടെ ഇങ്ങനെ അടുത്തൂടെ ഇങ്ങനെ പോയ സമയത്ത് നമ്മുടെ ഭൂമിയിലേക്ക് സ്പ്രെഡായി അങ്ങനെ ജീവൻ പകരുന്നതാണെങ്കിലോ ഇത് മറ്റേതായിട്ടുള്ള എന്താണ് കണക്ഷൻ താങ്കൾ ഇപ്പൊ തോന്നും, അല്ലെങ്കിൽ ഞാൻ വരാം. താങ്കൾ ഇതിന്റെ ഉത്തരം ആദ്യം പറയണം. ഇപ്പൊ ഒരു ഭൂമിയിലേക്ക് ഇപ്പൊ പുറത്തുനിന്ന് ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്ന് നമ്മൾ പറയുന്ന പോലത്തെ ഒരു സാധനം ഇങ്ങനെ പോയി ഭൂമിയുടെ അടുത്തൂടെ പോയപ്പോഴത്തേക്കും അതിൽ നിന്ന് സ്പ്രെഡായ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഉൽക്ക വന്ന് ഭൂമിയിൽ പതിച്ചെന്ന് ഇരിക്കട്ടെ, അതിൽ നിന്നും ഭൂമിയിലേക്ക് സ്പ്രെഡായതാണെങ്കിലോ ഈ ജീവൻ, അതാണ് എന്റെ ചോദ്യം. ഇതിനൊരു ഉത്തരം താങ്കൾ താ. ഇത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോഴും ഏതെങ്കിലുമൊക്കെ ഉൽക്ക വന്ന് ഇങ്ങനെ ജീവൻ ഉണ്ടാവണ്ടേ? തീർച്ചയായും അതാണ് എന്റെ ചോദ്യം. ഇപ്പൊ ഡിനോസറുകൾ ജീവിച്ചോണ്ടിരുന്നു, അന്ന് മനുഷ്യനില്ല. ഈ ഉൽക്കയിൽ വന്നതാണെങ്കിലോ മനുഷ്യൻ വന്ന് ഇടിച്ച് ഡിനോസർ എല്ലാം ചത്ത് വന്നിറങ്ങിയതാണെങ്കിലോ മനുഷ്യൻ വേറെ നമ്മൾ കൊന്നിട്ട് പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു തലമുറ ഏതോ ഒരു ഉൽക്കയിൽ വന്നുകൊണ്ടിരിക്കും. അവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. ഞാനതാണ് ചോദിച്ചത്, നമ്മളെ കൊല്ലാൻ പിടിക്കുക, വെടിവെച്ച് പൊളിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. ആ തലമുറ നശിപ്പിച്ചാലേ നമ്മളെ തലമുറ നമുക്ക് നിലനിർത്താൻ പറ്റും. അതായത് ഭൂമിയെ നശിപ്പിക്കാനായിട്ടാണ് ഇവര് വരുന്നത്, മനസ്സിലായില്ലേ? ലോകാവസാനം എന്ന് പറഞ്ഞത് ഭൂമി നശിക്കുന്നില്ല, നമ്മളെ നശിക്കുന്നു, നമ്മളെ. എന്നിട്ട് ഇവർക്ക് ഇവിടെ ഒന്ന് വീണ്ടും താമസിക്കാം, നമ്മളെല്ലാം. അങ്ങനെ അങ്ങ് സൂചിക്കണ്ട. അങ്ങനെയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അമ്മമാരെ തീർക്കണ്ടേ? തീർക്കണം, തീർച്ചയായിട്ടും തീർക്കണം. അപ്പൊ എങ്ങനെ നമുക്ക് അമ്മമാരെ തീർക്കാൻ പറ്റും? ഉൽക്ക കണ്ടുപിടിക്കുക, ഉൽക്ക തകർക്കാനുള്ള മെഷീനറി ഉണ്ടാക്കുക, ഉൽക്ക തകർക്കുക, വെടിവെച്ച് പൊട്ടിക്കുക, വെടിവെച്ച് ചെതറിക്കുക അമ്മമാര്. അതായത് നമ്മുടെ ഭൂമി പിളരുന്ന കണക്ക് അവരുടെ ഉൽക്ക പിളർന്ന് രണ്ട് വഴിക്ക് പോകും. ഇങ്ങനെ ഭൂമിയുടെ ഇങ്ങനെ പോകും. അത് ഭൂമിയുടെ രണ്ട് അക്ഷത്തിരിക്കുന്നവർക്ക് കാണാൻ പറ്റില്ല. ഈ രണ്ടായിട്ട് ഒരു സൈഡിൽ കൂടെ പോകുന്നവർക്ക് ഇതും കാണാൻ പറ്റും, ഒരു സൈഡിൽ കൂടെ പോകുന്നവർക്ക് ഇതും കാണാൻ പറ്റും. തീർച്ചയായും. അപ്പം ഈ അങ്ങനെ എന്തൊരു സാധനമുണ്ട്, അതാണ് സ്പാനിഷിൽ പറയും, ഇഫ് യു വാണ്ട് പീസ് പ്രിപ്പയർ ഫോർ വാർ. അതാണ്, അതായത് മനുഷ്യൻ വാറിലൂടെയാണ് ഇത്രയും വന്നതാണ്. അങ്ങനെയല്ല, നമുക്ക് സമാധാനം വേണമെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യണോ? ഇപ്പൊ നമുക്ക് ഒരു മനസമാധാനം വേണമെങ്കിൽ നമ്മൾ മനസ്സിൻ്റെ കൂടെ യുദ്ധം ചെയ്ത് ജീവിക്കണം. തീർച്ചയായും അത് നല്ലൊരു, ഇല്ലെങ്കിൽ അവന്മാരെ ഒന്ന് യുദ്ധം ചെയ്ത് നമ്മളെ കൊല്ലും. നമ്മളെ നിലനിൽപ്പാണ് നമുക്ക് എപ്പോഴും. നമ്മളെ ഈ പറഞ്ഞു പഠിപ്പിക്കുന്ന സമാധാനവും അതും ഇതൊക്കെ വെറുതെ ആണെന്നാണോ? സമാധാനം നമ്മളിങ്ങനെ ഒരാള് നമ്മളെ മെക്കിട്ട് കയറുമ്പോൾ സമാധാനം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മെക്കിട്ട് കയറിക്കൊണ്ട് തന്നെ ഇരിക്കും. അതെ, തിരിച്ച് നമ്മൾ അതിനൊരു അന്ത്യം ഉണ്ടാക്കണമെങ്കിൽ ആളെ തീർക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് നമ്മൾ തിരിച്ചും എന്തെങ്കിലും പ്രതികരിച്ചേ പറ്റും. പ്രതികരണം എന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവം, മനസ്സിലായി? അതെ, അത് വിടും, അത് വേറെ വിഷയം. പക്ഷെ നമുക്ക് ഇവിടെ ഒരു വയലൻസ് കാണിച്ചെങ്കിൽ മാത്രമേ ഈ ലോകാവസാനത്തെ നമുക്ക് എതിർക്കാൻ പറ്റും. ലോകാവസാനം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അവസാനം. തീർച്ചയായും അതാണ് മെയിൻ പോയിന്റ്. നമ്മളാണ് അവസാനിക്കുന്നത്, ലോകം അവസാനിക്കുന്നത്. ലോകം ഇവിടെ തന്നെ. നമ്മൾ ഭൂമിയെ വേറെ ഭൂമി തീരുന്ന ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ പറയും, വേറൊരു സ്ഥലത്ത് വെള്ളപ്പൊക്കം, വേറൊരു സ്ഥലത്ത് അത് തീർന്നു ഇത് തീർന്നു. പക്ഷെ അതുപോലെ അല്ല ഭൂമി. അതായത് ഇപ്പം നമുക്കിപ്പോൾ വേറൊരു സ്ഥലത്ത് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും പറ്റുന്നില്ല. നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കുക, അവിടെ പാവങ്ങൾ കുറേ പേര് മരിച്ച്. പക്ഷെ അങ്ങനെയല്ലേ, ഇത് ഭൂമി തീർന്നാൽ എല്ലാവരും തീർന്നു, മനുഷ്യര് തീർന്നു. അതുകൊണ്ട് അവന്മാർക്ക് ഇവിടെ വന്ന് അവന്മാരുടെ കോളനി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അത് പക്ഷെ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ഭൂമിയുടെ അവസാനം നമുക്ക് വേണ്ട. അപ്പൊ നമ്മളെ ലോകാവസാനം നിയന്ത്രിക്കുന്നതും ലോകാവസാനം നീട്ടിക്കൊണ്ടുപോകുന്ന ലോകാവസാനം വേണ്ടെന്ന് പറയാനുള്ള ശക്തി ഇപ്പൊ നമുക്കുണ്ട്. ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ നമ്മൾ തന്നെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് ലോകം അവസാനിച്ചാൽ അത് വലിയ പ്രശ്നമില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരുത്തം വന്ന് കളിക്കണം നമ്മൾക്കിടയിൽ എന്ത് സംഭവം? അതായത് ഡിനോസറിനെ ചെയ്താൽ മതി, പുറത്തുനിന്ന് ഒരുത്തം വന്ന് നശിപ്പിക്കണ്ട. അതിന് ഡിനോസർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് അവരൊന്നും ചെയ്യാഞ്ഞത്. നോക്കി മനസ്സിലായില്ലേ? വരുന്നറ ഇപ്പൊ തീരും എന്നുള്ള രീതി. പക്ഷെ നമുക്ക് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാര്യം വന്നാൽ വരുന്നു പറഞ്ഞ് നോക്കി നിൽക്കാതെ അതിനെ എതിർക്കുക, കൊല്ലുക, തീർത്ത് വിടുക. അപ്പൊ അതാണ് ലോകാവസാനം. അങ്ങനെയും ലോകം അവസാനിക്കാം.
അത് ലോക അവസാനം തടയാം. നമുക്ക് ലോകം അവസാനിക്കുന്നതിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യണ്ട. നമുക്ക് ലോകം തുടരണം, അവസാനിക്കാൻ നമുക്ക് വേണ്ട, തുടരും. പക്ഷെ എന്റെ വേറെ ചോദ്യം, ഇത്രയും മോശമായൊരു ലോകം ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യം? അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. മോശമായ ലോകത്തിപ്പോ നല്ലതായിട്ട് എന്തുണ്ട്? നമുക്ക് അങ്ങനെ ചിന്തിച്ചു. ഇപ്പൊ നമ്മുടെ 3 പേര് നല്ലതല്ലേ? നമ്മൾ 3 പേര് നല്ലതാണ്. അതുപോലെ എന്തോരം നമ്മൾ 3 പേര് നല്ല, മാത്രമല്ലല്ലോ ഈ ലോകത്തുള്ളത്. പക്ഷെ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ. എന്നാ നമുക്ക് ലോകം അവസാനിക്കുന്നത് ബാക്കിയുള്ളവന്മാരെ അവസാനിപ്പിച്ചാൽ അത് നല്ലൊരു ഐഡിയ. പക്ഷെ ഈ ലോകം തീരുക എന്നുള്ളത് നമ്മളും കൂടെ തീരുന്നേ. നമ്മൾ എന്തായാലും തീരേണ്ട ആവശ്യമില്ല ഇപ്പോഴേ. തീരേണ്ട ഉള്ളവന്മാരെ തീർത്താൽ പോരെ. അതാണ് അതിനെന്ത് നമ്മൾ വെറുതെ വേറെ ഉൽക്കയുടെയും ഏലിയൻസിന്റെ ഒക്കെ സ്ഥലം നമുക്ക് തീർത്തും. തീർച്ചയായും എന്റെ ഒരു ഇതാണ്, ഇപ്പൊ ഈ തീരാൻ അർഹതപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവരെല്ലാരും വിളിച്ച് മറ്റേ ഒരു സ്ഥലത്ത് ഇങ്ങനെ കയറ്റി നിർത്തിയിട്ട് ഒരു വലിയ മെഷീൻ കണ്ണോ പക്ഷെ അതിന് ഭയങ്കര ഇത് വരും, പ്രശ്നങ്ങൾ. ഈ ലോകം അവസാനിക്കാനുള്ള കാരണം അതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. കാരണം അങ്ങനെ പറയാൻ കാരണം ഇപ്പൊ കുറെ ആൾക്കാരെ തീർക്കണം, മനസ്സിലായി? ഇപ്പൊ ഈ ലോകം ഇപ്പം ഈ ഭൂമിയിൽ ഇപ്പം ഡിനോസർ തീർന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തായിരിക്കും അതിന്റെ കാരണം? നമ്മൾ വന്നെന്ന് തന്നെ വെച്ചോ. അതിപ്പോ വിട്. ഇപ്പൊ ഭൂമിയുടെ ഒരു അവസ്ഥ, അതായത് ഫുള്ള് ഡിനോസറുകൾ കയറി ഫുള്ള് ഡിനോസറുകളുടെ ഇടയിൽ ഈഗോ പ്രശ്നം, അടി ബഹളം, മനസ്സിലായില്ലേ? ഡിനോസറുകൾ തന്നെ ഭൂമിയിലൊരു ഭാരമായിട്ട് തോന്നിയ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ വന്ന് കയറിയത്. അതുകൊണ്ടായിരിക്കും ആ ഒരു അവർക്ക് മടി എന്നുള്ള രീതിയിൽ നമ്മൾ വന്നു. അപ്പൊ നമ്മളെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ അടി ബഹളം വലിയ കാര്യങ്ങൾ, നമ്മളല്ല ലോകത്തിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കാൻ നേരുന്ന സമയത്താണ് ശരിയാണ് ഈ ഇത്രയും മതി, ഇനി പുതിയൊരു ജീവന്റെ അല്ലെങ്കിൽ പുതിയൊരു ഇതിന്റെ തുടക്കം, ഇത് ഇത്രയും മതി എന്നുള്ളൊരു സംഭവം വരുന്നു. ഓക്കെ, ഇത് ഇത്രയും മതി എന്നുള്ളൊരു സംഭവം വന്നു. ഈ ആരെയൊക്കെയാണ് നമ്മൾ ഇതിന്ന് പറഞ്ഞു വിടേണ്ടത്? ഇപ്പൊ താനോസൊക്കെ ചെയ്തതല്ല, നമ്മള് നടന്ന പുള്ളിക്കാരനൊക്കെ ചെയ്താണ് സ്നാപ്പ് ചെയ്യുന്നത്. പരിപാടിയാണ്, മനസ്സിലായി? നമ്മളിപ്പോ കുറെ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് തീർക്കാൻ പോകുന്നു. പക്ഷെ ആ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കണ്ണിൽ ഇതാണെങ്കിൽ അവരെ സൈഡിൽ നിന്നൊക്കെ അതാണ് മെയിൻ പ്രശ്നം. അവിടെ ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യുമ്പോ എന്റെ രീതിയിലാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. വേറൊരാള് നോക്കുമ്പോ ഞാൻ എത്ര നല്ലവനാണെങ്കിലും അവന്റെ കണ്ണിൽ ചിലപ്പോ ഞാൻ മോശമായിരിക്കും. അപ്പൊ നമുക്ക് ഇയാളെ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും, തീർത്തോളയും. പക്ഷെ സെലക്ട് ചെയ്യാതിരിക്കരുത്. ഈ സെലക്ഷൻ കൊണ്ടാണ് നമ്മുടെ ഭൂമി പൊക്കോണ്ട്. ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ വേണം അത് ആദ്യം തീരുമാനിക്കണം. ഈ നാച്ചുറൽ മെയിൻ ആയിട്ട് വേണം. താനോസ് വേണം. താനോസ് ചിലപ്പോ നമ്മളെയൊക്കെ സെലക്ട് ചെയ്തത്. അയ്യോ, അതാണ് മെയിൻ പ്രശ്നം. എന്റെ ഇതല്ല, ഇതാണോ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്? നാച്ചുറൽ സെലക്ഷൻ നമുക്ക് കുഴപ്പം പിടിച്ചൊരു സബ്ജക്റ്റ് ആണ്. നാച്ചുറൽ ആയിട്ട് അങ്ങനെ സെലക്ട്. പക്ഷേ ഈ സെലക്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എന്തുവാ പ്രശ്നം പിടിച്ച കാര്യം അതാണ്. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്യും, നമുക്ക് എല്ലാം മോശം ആൾക്കാരെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ മോശം നല്ലത് ഇതിനെപ്പറ്റി ഒരു അയാൾക്ക് ആ മോശം കാര്യം ചിലപ്പോൾ വേറൊരാൾക്ക് നല്ല രീതിയിൽ വന്നു കാണും. സോ അത് മോശം നമുക്ക് പറയാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റില്ല. മോശം നല്ലതെന്നുള്ള ഒരു വലിയ ടോപ്പിക്കാണ്, നമുക്ക് വേറെ ഇതിൽ പറയാം. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് അയാൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, പക്ഷെ വേറൊരു രീതി നോക്കാത്ത അയാൾ നല്ലവനായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് ചുമ്മാ കണ്ണു അടച്ച് ബ്രാൻഡായിട്ട് സെലക്ട് ചെയ്യേണ്ടി വരും. അതില് പാവങ്ങളും വരും, മനസ്സിലായി? സിമ്പതി അതൊക്കെ വെച്ച് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ജസ്റ്റ് സെലക്ട് ചെയ്ത അതാണ് പാതി പേര് റാൻഡം. പണക്കാരനില്ല, പാവപ്പെട്ടവനില്ല, പൈസക്കാരനില്ല, പൈസ കുറഞ്ഞ ആൾക്കാരില്ല, ജാതി മത വർഗ വർണ്ണ വിവേചനം ഇല്ലാതെ പാതി പേര്. അതാണ് ഞാൻ പറഞ്ഞത്, താനോസ് വളരെ നാച്ചുറൽ ആയിട്ട് സെലക്ട് ചെയ്തു, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞതല്ല സ്വയം സെലക്ട് ചെയ്യാൻ അതെങ്ങനെ ശരിയാവും? ഇപ്പൊ താങ്കൾക്ക് ഇപ്പൊ എത്രയും വലിയൊരു കഴിവ് കിട്ടി, താങ്കൾ എന്തിന് താങ്കളെ സെലക്ട് ചെയ്യണം? ഇപ്പൊ ഞാനിപ്പോ വേറെ സംഭവം, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു, ഇപ്പൊ നമ്മളെക്കാട്ടി ഹയർ ഡയമെൻഷനിലുള്ള ആൾക്കാർ ഇരുന്നുള്ള ഒരു ഗെയിമാണ് നമ്മളെന്നുണ്ടെങ്കിൽ എന്നൊരു ചർച്ച നമ്മൾ ചെയ്താൽ, അപ്പൊ അതുപോലെ ഇപ്പൊ അവരവിടെ ഇരുന്നിട്ട് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പൊ അവരിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഭൂമി ഇങ്ങനെ ഇത്രയും നാൾ ജീവിച്ചു, ഇങ്ങനെയൊക്കെ ഇപ്പൊ ആൾക്കാർ ഇങ്ങനെയൊക്കെ വളർന്നു വന്നു, ഇനി കുറച്ച് പേര് വേണ്ട എന്ന് പറഞ്ഞ് അവരിരുന്ന് സെലക്ട് ചെയ്തിട്ട് ഈ വിടുന്നതാണെങ്കിലും ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമ്മൾ വിളിക്കുന്നത്. അതൊക്കെ അവരല്ലേ സെലക്ട് ചെയ്യാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക്
ചിന്തിക്കാനുള്ള കഴിവ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ സെലക്ട് ചെയ്യിക്കുന്നത് പോലെ അവരാണ്. തീർച്ചയായും നമ്മുടെ സെലക്ഷൻ നമ്മൾ വിചാരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവരവിടെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് സെലക്ഷൻ ഇല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഈ നാച്ചുറൽ സെലക്ഷൻ എവിടെ പോയി? ഫ്രീ തിങ്കിങ് എന്ന് പറയുന്നത് ഇതെവിടെ പോയി? എല്ലാം വലിയ ചോദ്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഈ എല്ലാം ചെയ്യുന്നത് ഈ ലോക അവസാനത്തിന് വേണ്ടിയല്ലേ? ഇനി ലോകം എങ്ങനെ അവസാനിപ്പിക്കാതിരിക്കാം, വേറൊരു രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള അതെ രീതി. അതെ അതെ അതെ. അല്ല, താങ്കൾ ഇദ്ദേഹം പറയുന്ന കണക്ക് ഇങ്ങനെ ഉൽക്കമൊന്നും വീണത് പൊളിയുന്നതെന്നാണോ താങ്കൾ പറയുന്നത്? സുനാമി. താങ്കൾ സുനാമി. എന്റെ കാഴ്ചപ്പാടിൽ ഇത് ഉൽക്കയല്ല, ഇത് വേറെ ആരോ വേറെ ഒരു നമ്മളിപ്പോ ദിനോസറിനെ ഭരിച്ച സമയത്ത് ഇപ്പൊ നമ്മളാണ് ഈ വന്നതെങ്കിൽ ഉൽക്കയിൽ, അതുപോലെ വേറെ ഒരു ഗ്രഹത്തിൽ നിന്നും ഒരു 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 നമ്മളെ ഒരു കൂട്ടം ജനങ്ങൾ. എന്റെ ഒരു അഭിപ്രായത്തിൽ ശാസ്ത്രജ്ഞന്മാര് പറയുന്നതും കൂടെ നമുക്കൊന്ന് പരിഗണിച്ചോ. ഈ ഭൂമി എന്ന് വെച്ചാല് ജീവിക്കാൻ കൊള്ളാത്തൊരു സ്ഥലമാണ്. മനസ്സിലായി? ഭൂമി ജീവിക്കാൻ ഭയങ്കര പാടാണ്. നമ്മളെ എങ്ങനെയൊക്കെയോ സഹിച്ചങ്ങ് ജീവിക്കുകയാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും നശിച്ചു. അത് ഭൂമിയാണ് ഈ ഭൂമിയെ തന്നെ അവസാനിപ്പിക്കാൻ നോക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. എന്ത് പറയും? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്റെ കാഴ്ചപ്പാടില് ഭൂമി വാസയോഗ്യമായൊരു സ്ഥലം അല്ല. ഭൂമി ഒട്ടും വാസയോഗ്യമായിട്ടുള്ള സ്ഥലമല്ല. ഭൂമിയിൽ നമുക്ക് വെറുതെ കടലിലോട്ട് പോയാൽ നമ്മൾ മരിക്കും. ഇതുവരെ ഉണ്ടായിട്ടുള്ള 99% സ്പീഷീസ് മരിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഭൂമിയിൽ വന്ന് ഇത്രയും ഒരു വാസയോഗ്യമല്ലാത്ത സ്ഥലത്ത് വന്ന് വസിക്കാനായിട്ടുള്ള കഴിവുകൾ നമുക്കുണ്ട്. എവിടെ നിന്ന് വന്നു ഈ കഴിവ്? എവിടുന്ന് വന്നു? നമ്മൾ എന്തൊക്കെയോ കൊമ്പത്തെ സംഭവമാണെന്ന് പറയാന്നുണ്ടെങ്കിൽ മനുഷ്യന്മാര് കാണിക്കുന്നതല്ലേ ശുദ്ധ. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കെട്ടുന്നു, റോഡുകൾ വെക്കുന്നു, വാഹനങ്ങൾ ഉണ്ടാകുന്നു, ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കുന്നു, ഭൂമിയെ നശിപ്പിക്കാൻ കഴിയുന്ന എല്ലാം നമ്മൾ ചെയ്യുന്നു. അതേ ഉള്ളൊരു വഴി. അതായിരിക്കും അത് ലോകാവസാനത്തിന് വേറൊരു പോസിബിലിറ്റിയാണ്. നമ്മൾ തമ്മിൽ അടിച്ചില്ലാതായി നമ്മൾ അവസാനിക്കും. ഭൂമിയെ കൊല്ലും, മറ്റ് ജീവജാലങ്ങളെല്ലാം കൊല്ലും, നമ്മളും ചാവും. ഈ വന്ന് വീഴുന്നവന്മാര് ചാവുന്ന കാണിച്ചു. പിന്നെ ഭൂമി ഇല്ല, ഭൂമിയില്ല, അവന്മാരും ഇല്ല. എന്താ അവസ്ഥയായിരിക്കും? അതായത് എല്ലാ സ്ഥലത്തോട്ടും വെള്ളം വരും. ഒരു വലിയ സുനാമി ആയിട്ട് ഭൂമി മൊത്തത്തിൽ ഇതാവും. അതൊരു നല്ല ഐഡിയ. സുനാമിയുടെ ബാക്ക് സൈഡിൽ പോയി സുനാമി നമുക്ക് എല്ലാം കാണാൻ പറ്റും. സുനാമിയോട് ജോയിൻ ചെയ്താൽ ആരും കടലിൽ പോകും.